കണ്ണമാലിയിലേക്ക്. നിങ്ങൾക്കറിയുന്നില്ല, കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ്. എപ്പോഴും ഈ കടലാക്രമണ സമയത്ത് കണ്ണമാലി പോലുള്ള പ്രദേശങ്ങളിൽ കടലാക്രമണം കാരണം ആൾക്കാർ പൊറുതിമുട്ടാറുണ്ട്. ഇപ്പോൾ അവർ കണ്ണമാലി റോഡ് വരെ ഉപരോധിച്ചിരിക്കുകയാണെന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. നിതിൻ അംബുജൻ കണ്ണമാലിയിൽ നിന്നും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ. കണ്ണമാലിൽ എന്താണ് ജനങ്ങളുടെ ഏറ്റവും വലിയ നൊമ്പരം? പതിവ് പോലെ ഈ കടലാക്രമണം മാത്രമാണോ? മറ്റുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്കിപ്പോൾ? SKN, ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും തുടരുകയാണ് കടലാക്രമണത്തിന്റെ അതിഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജനതയാണ്. അതിന്റെ ഒരു പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് തന്നെ ഇവിടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം ആരംഭിച്ചു. വള്ളവും വലയുമായി നാട്ടുകാർ ഇവിടെ റോഡ് ഉപരോധം ആരംഭിച്ചു. ഇന്നലെ വൈകിട്ടും സമാനമായി തന്നെ റോഡ് ഉപരോധത്തിൽ നാട്ടുകാർ കടന്നിരുന്നു. ഏതാണ്ട് 3 മണിക്കൂർ നേരം നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അതിനുശേഷമാണ് പിന്നീട് ഇന്ന് രാവിലെ 6 മണി മുതൽ ഇത്തരത്തിൽ റോഡ് ഉപരോധത്തിലേക്ക് കടന്നുപോയത്. നമുക്കറിയാം, ഈ കാലവർഷം ശക്തമാകുന്നതോടുകൂടി തന്നെ കണ്ണമാലി പ്രദേശത്തെ ആളുകൾ വലിയ ദുരിതത്തിലാണ്. ഞാനീ നിൽക്കുന്ന സ്ഥലത്തേക്കടക്കം ഈ കടലിങ്ങനെ കയറാറുണ്ട്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ആ നിലയിലേക്ക് കടൽ കയറുമെന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. കഴിഞ്ഞൊരു 3-4 ദിവസമായി ഇതേ അവസ്ഥയിലൂടെ ആളുകൾ കടന്നു പോവുകയാണ്. കാലവർഷം ശക്തമായ ശേഷം പിന്നീട് ഏതാണ്ട് ഒരു 4 ദിവസം തുടർച്ചയായി കടലാക്രമണം ഉണ്ടായിരുന്നു. പിന്നീട് മഴ അല്പം കുറഞ്ഞപ്പോൾ കടലെല്ലാം തന്നെ ആ ഒരു കടലാക്രമണത്തിന് അല്പം ആശ്വാസമുണ്ടായി. പക്ഷേ ആളുകളെല്ലാം തന്നെ വീടുകൾ വൃത്തിയാക്കി പിന്നീട് വീട്ടിലേക്ക് താമസം ആരംഭിച്ചപ്പോഴാണ് വീണ്ടും ശക്തമായ കടലാക്രമണം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് നാട്ടുകാരെല്ലാം തന്നെ ഈ കടലാക്രമണം ഉണ്ടായാൽ ഈ റോഡിലേക്ക് ഇങ്ങനെ വരാറാണ് പതിവ്. ഇന്നലെ വൈകിട്ടും സമാനമായ കാഴ്ചയായിരുന്നു ഇവിടെ കണ്ടത്. നമ്മളടക്കം ഇന്നലെ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ കടലാക്രമണത്തെ തുടർന്ന് റോഡിലേക്ക് ഇറങ്ങി വരുന്നൊരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും നാട്ടുകാർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിൽ കടന്നിട്ടുണ്ട്. പോലീസെല്ലാം തന്നെ ഇവിടെ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത് ചോദിക്കാം. എന്താണ് ഇന്നത്തെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രീതി? ഇന്നത്തെ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആവശ്യം കടൽ ഭിത്തിയാണ്. അത് ഞങ്ങൾക്കത് തന്നെ ഞങ്ങൾ നേടിയിട്ടേ ഇവിടെ നിന്ന് പോവുള്ളൂ. അതുവരെ ഞങ്ങളിവിടെ സമരം ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പടിഞ്ഞാറോട്ട് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കടൽ വരുന്നത്. അതായത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഉടനെയാണ് കടൽ കയറി വരുന്ന സമയത്ത്. ഞങ്ങൾക്ക് ജീവിക്കണം, അടുത്ത തലമുറയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ ഈ കിടന്ന് പാടുപെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പാടുപെടുന്നത്. കാലവർഷം ശക്തമായാൽ കണ്ണമല ജനത എപ്പോഴും ഇങ്ങനെ ഈ നിലയിലൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇന്നലെ രാവിലെ തുടങ്ങിയ സമരമാണ് ഇവിടെ. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് തുടർമാനമായിട്ട് ഇപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിൽ ഭവനങ്ങളായി. സ്ത്രീകളാരും ഇവിടെ വരാത്തത് വീട് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. ഒരുപാട് പേരുടെ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഇന്നലെ ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പിൽ നിന്ന് ചിലർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തഹസിൽദാർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തപ്പോൾ വരുന്ന ഈ 3-ാം തീയതി മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വേറെ കളക്ടറുമായിട്ടൊരു യോഗം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിനകത്ത് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നടക്കുന്ന സമരമല്ല. കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് റോഡിൽ കിടന്ന് ഞങ്ങൾ ജോലിക്ക് പോകാതെ കിടന്ന് ഉപരോധിച്ചിട്ട് പോലും അതിനൊരു ശക്തമായ നടപടി ഇതുവരെ സർക്കാർ എടുത്തിട്ടില്ല. സർക്കാർ എടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് കളക്ടർ അടക്കമുള്ള ആളുകൾ നമുക്ക് ഉറപ്പ് തന്നിട്ട് പോയി. അവിടെ തകർന്നു പോയ വീടുകൾ പണിയാനായിട്ട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ഫയലുകൾ ഇന്ന് അവരുടെ കയ്യിലുണ്ട്. മുൻകാലങ്ങളിൽ നേരത്തെ ജിയോ ബാഗുകൾ വെച്ച് ഇത്തവണ അതും വെച്ചില്ല. ജിയോ വെക്കണം ഡിസംബറിൽ ഞങ്ങൾ പറഞ്ഞു. ഡിസംബറിൽ കൊണ്ട് ജിയോ വെക്കണം. അപ്പോഴാണ് കടപ്പുറത്ത് മണ്ണുണ്ടാവുള്ളൂ. അത് ഞങ്ങൾ പഞ്ചായത്തിൽ പറഞ്ഞ. എന്നിട്ട് ഇവർ വെച്ചില്ല. ഈ ജിയോ ബാഗ് ഇത്രയും അധികം വെച്ചെങ്കിൽ ഇത്രയും ഇതിലുണ്ടായാലും ഇതിൻ്റെ ഈ ജിയോ ബാഗുകൾ വെച്ചിട്ട് കാര്യമില്ല. കാരണം ആ നിലയിലുള്ള ഒരു ശക്തമായ മഴയും കടലാക്രമണം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജിയോ ബാഗ് വെച്ചാൽ അത് പ്രായോഗികമല്ല. ഇതിന് മുൻപ് കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് ആ നിലയിലൊരു പ്രവർത്തനം നടത്തേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തനം എന്തായാലും അധികൃതരുടെ ഭാഗത്തും ഉണ്ടായില്ല. അതിലൊരു ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഈ കണ്ണമാലിയിൽ ഉണ്ട്. ഒരു വാഹനം പോലും ഇങ്ങോട്ടേക്ക് കടത്തിവിടില്ല. നമുക്കറിയാം, തീരദേശ പാതയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. പക്ഷേ ഇന്ന് ആ നിലയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിട്ടുണ്ട്. സഹികെട്ടാണ് ഈ നിലയിലേക്ക് ഇവർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. വർഷങ്ങളായി ഇവരുടെ ആവശ്യമാണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു താൽക്കാലിക ആശ്വാസ നിലയിൽ അത്തരം പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതും ഉണ്ടായില്ല. അതും തുടർന്ന് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നാട്ടുകാർ പോയിരുന്നു. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്ന നിലയിലേക്ക് തൊട്ടപ്പുറം കായലാണ്. ആ കായൽ ഭാഗം വരെ ഈ കടലിങ്ങനെ കയറാറുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. വീടുകളിലടക്കം വെള്ളം കയറുന്നു. ഈ കടലാക്രമണത്തെ തുടർന്ന് അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാം. SKN. ഓക്കെ നിതിൻ അംബുജനാണ് കണ്ണമാലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണമാലിയിലെ ജനങ്ങൾക്ക് ഇത് കണ്ണീർ കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി റോഡ് ഉപരോധിക്കുന്നത്.